ആരും ഇടംകാരായിട്ട് വിശേഷനെ വീഴ്ത്തിയിരിക്കുകയാണ്. കളി കയ്യാങ്കളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തേ. നിന്റെ താടി ഞാൻ പിടിച്ചെടുക്കോടാ. മിണ്ടി പോരുത്, മുണ്ടോടാ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ മക്കളെ. എന്തെങ്കിലും കാര്യമായ കാര്യത്തിനാണെങ്കിൽ കൊള്ളാം. ഇവര് ഒറ്റൊരുത്തനെല്ലാം കാരണം. ഞാനോ? അതേടാ. എടാ നിന്റെ ടീമിൽ ഒരു കാട്ടമാക്കാനില്ലേ, അവനെ എന്നെ ചവിട്ടിയത്. കളിയാവുമ്പോ ചവിട്ട് കൊള്ളുന്നതും വീഴുന്നൊക്കെ പതിവാ. റൊണാൾഡോയൊക്കെ എത്ര ചവിട്ടാ ഡെയിലി കൊള്ളുന്നത്? വല്ലവനും ചവിട്ട് കൊള്ള എന്നെ കിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കടാ. ആ മറഡോണയൊക്കെ ചവിട്ട് കൊണ്ടിട്ടാ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്. അതിന് ഞാൻ മറഡോണയല്ല. അതെനിക്കറിയാം. നീ മരഡോണ. നിർത്തിനടാ കഴുതകളെ. ഇത്രയായിട്ടും തൃപ്തിയായില്ലേ നിങ്ങൾക്കൊക്കെ? പോത്തുപോലെ വളർന്നല്ലോ. അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ഈ പണിക്ക് പോവായിരുന്നോ? അമ്മ ഞാനല്ല, ഇവനോ. അമ്മ എന്താ സംഭവിച്ചത്? വേണ്ട, എനിക്കിനി ഒന്നും കേക്കണ്ട. നിന്നെയൊക്കെ വളർത്തി ഇത്രയാക്കിയത് തമ്മി തല്ലി ചാകാനാണെങ്കിൽ രണ്ടും കൂടെ എവിടെയെങ്കിലും പോയിക്കോ. എന്താടി ഇത്? ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾ എന്താ പെണ്ണുങ്ങൾ എങ്ങനെ നിക്കണേ? പോയി ചോറെടുത്ത് വെക്കി. പിള്ളേർക്ക് വിശക്കണുണ്ടാവും. എന്താടി? എന്ത് പറ്റി? കഴിക്കണില്ലേ? കഴിച്ചോളാം. ഓ ഓ, ഒന്ന് പോടാ, വെറുതെ വഴക്കുണ്ടാക്കിട്ട്. എന്താണ് രാത്രിയിൽ എന്താ പ്രശ്നം? ആ കൈമളും ഗോവിന്ദൻകുട്ടിയും കൂടി നമ്മളെ തല്ലാൻ പരിപാടി ഇടുന്നുണ്ട്. ആ ചന്ദ്രനാ വിവരം പറഞ്ഞത്. ഓങ്ങുന്നതിന് മുമ്പ് നമുക്ക് കൈ ഓടിക്കണം. ഫുട്ബോൾ കളി അലങ്കോലമായത് നീ കാരണമാണെന്നാ അവന്മാര് പറയുന്നത്. അവന്മാര് നമ്മളെ തല്ലുന്നതിന് മുമ്പ് ആ ഗോവിന്ദൻകുട്ടിയും കൈമളിനെയും നമ്മൾ തല്ലിയിരിക്കും. ആ നിങ്ങൾ പൊയ്ക്കോ. അമ്മ ഇവിടെ ഇപ്പൊ ആകെ ചൂടായി നിൽക്കുക. ഞാൻ പുറകെ വന്നോളാം. ചെല്ല്. ശരി വാ. അവര് പിന്നെ വെറുതെ നിക്കടവിടെ. പോയി തല്ലിയോ കൊല്ലോ എന്താന്ന് വെച്ചാ ചെയ്യ. നിന്നെ എനിക്കിനി കാണണ്ട. ഞാനിനി എന്തൊക്കെ കാണണോ എന്റെ ദൈവമേ. അമ്മേ, അവന്മാര് തല്ല വരുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യണം? തല്ലി ചാവട പോയി. എനിക്കിങ്ങനെ ഒരു മകനില്ലെന്ന് കരുതിക്കോളാം. അമ്മ ഇങ്ങനെ കരയാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന്? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വന്നിരിക്കല്ലേ. നീ ഇവിടെ നിക്കണ്ട. ഇനി ഒന്നും അനുഭവിക്കാൻ എനിക്കാവില്ല. നാളെ തന്നെ വിധിന്റെ കൂടെ പൊയ്ക്കോ. എവിടേക്ക്? എവിടേക്കെങ്കിലും. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. പൊയ്ക്കോ വിധിന്റെ കൂടെ. പോകാം. അതെ, ഞാൻ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. ഈ സ്വഭാവം കൊണ്ടു നടക്കുമ്പോ അവൻ അവിടെയും ശരിയാവില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് നിൽക്കാമെങ്കിൽ മാത്രം വന്നാ മതി. ഓ, എന്നാ ഇവിടെ വെച്ച് നീ സത്യം ചെയ്യണം. എന്തോ? അത് സാധ്യമല്ല. എന്നാ വേണ്ട. അമ്മേ, ഇവനവിടെ ശരിയാവില്ല. സത്യം ചെയ്യടാ. ഇവിടെ സത്യം ചെയ്യാൻ. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മ ഇന്നലെ രാത്രി മുഴുവൻ ഒരേ കരച്ചിലായിരുന്നു. എന്തായാലും തൽക്കാലം
കുറച്ചാലും ഞാൻ അവിടെ മാറി നിൽക്കാം. അതാ നല്ലത്. പ്രശ്നങ്ങൾക്കൊക്കെ തൽക്കാലം ഞാൻ അവധി കൊടുക്കുകയാണ്. ഞാൻ ചെന്നിട്ട് കത്തിടാം. ഹലോ, ആരാണ്? ആരാ സംസാരിക്കുന്നത്? വിജേഷം വന്നില്ലല്ലോ. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? അത് മനസ്സിലായി. സംസാരിക്കുന്ന ആൾക്ക് പേരില്ലേ? ഓ, ശാന്തിയാണോ? പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ശബ്ദത്തിനൊരു മാറ്റം. എന്താ, ജലദോഷമാണോ? കഴിഞ്ഞ ദിവസം ശാന്തി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ശാന്തി ഒരു കടും പച്ച ബോർഡറുള്ള സാരി എടുത്ത്, ഇറ്റ് ഇസ് വെരി നൈസ്, വെരി വെരി നൈസ്. അത് ശാന്തിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഐ ഫീൽ കട്ടായോ ശാന്തി? കണ്ട പെണ്ണുങ്ങളുടെ സാരിയും ബ്ലൗസും മാച്ച് ആണെന്ന് നോക്കുന്നതുക്ക് உங்களுக்கு വെക്കമില്ലയാ? അത് ഞാനൊരു നഗ്നസത്യം പറഞ്ഞതല്ലേ എന്റെ വസുമതി. இந்த மாதிரி സത്യൊന്നും ഇതുവരേക്ക് എങ്കിട്ട് ചൊല്ലിനിയേ? എന്റെ പൊന്നു വസു, പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ട്? നീ സാരി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരുപോലല്ലേ എന്റെ കരളെ. ആരാ ഈ നേരത്ത്? മോളെ ഗായത്രി, ആരാണ് നോക്ക്. അവള് ബാത്റൂമില് താനേ. ആ, എന്നാ ഞാൻ തന്നെ നോക്കാം. എത്തിയോ? ഓഫീസിലെ പെങ്കൊച്ച ഇപ്പൊ കൂടെ വിളിച്ചതേ ഉള്ളൂ. ഓഫീസിലെ പെങ്കൊച്ച? അതേത് പെങ്കൊച്ച്? ഓഫീസിലെ സ്റ്റാഫാ. ഓ, ആ, ഒടുവിൽ ആളെ കിട്ടിയല്ലോ. ഇതെവിടെ നോപ്പിച്ചു? അല്ല സുഖേട്ടാ, ഇത് അതൊക്കെ മനസ്സിലായി. മുമ്പ് എവിടായിരുന്നു? വീട്ടിലോ ഹോട്ടലിലോ? വീട്ടിൽ. ആ, അതേതായാലും നന്നായി. വാക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാലോ. ആ, പിന്നൊരു കാര്യം, ഇവിടെ നോൺ വെജ് പാടില്ല. വസുമതിക്ക് അത് ഇഷ്ടമല്ല. അയ്യോ, ഇത് സുഖമായിട്ട് ഉദ്ദേശിച്ച ആളല്ല, എന്റെ ബ്രദറാ. അയ്യോ, ഞാൻ വിചാരിച്ചു. ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. ഓ, എന്നാൽ അങ്ങനെ ആട്ടെ. അവരുടെ തമ്പിയാ? അല്ല, അണ്ണൻ.